ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് വെബ്. ഇതാണ് ഹോം മെയ്ഡ് ഗാർലിക് സോസ്. അപ്പോൾ ഇനി റമദാനൊക്കെ ഉള്ള വരുന്നതല്ലേ, അപ്പോൾ കുറച്ചധികം തന്നെ ഗാർലിക് സോസൊക്കെ ഉണ്ടാക്കി വെച്ചോളിട്ടാ. അപ്പോൾ ഇത് ഞാനെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കണ്ടാലോ. അതിനിതാ ഒരു പാനിക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി ഇങ്ങനെ കുറുക്കി എടുക്കാം. കുറച്ച് നേരിട്ട് ഇളക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറുകി വരും. നല്ലോണം കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. അങ്ങനെ അത് സെറ്റായാൽ പിന്നെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുറുക്കി വെച്ച കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം അടിച്ചെടുത്ത് വരാം. അങ്ങനെ ഞാനിത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കണ്. വീണ്ടും ഇതൊന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇത് നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ഒഴിക്കണ്ടിട്ടാൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കണ്. വീണ്ടും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് അടിച്ച് കൊടുന്നിക്കണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ ഇത് ഉണ്ടാക്കാൻ. ഇത് കൂട്ടി സ്നാക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇനി റമദാനൊക്കെ ഉള്ള വരുന്നത് ഇതേപോലെ ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ടാ. അങ്ങനെ നമ്മളിത് ഇനി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാലം തന്നെ കേട് കൂടാതെ ഇരുന്നോളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണോ നിങ്ങളൊക്കെ ഗാർലിക് സോസ് ഉണ്ടാക്കൽ? ഒന്ന് കമൻറ്റ് ചെയ്യുവേണ്ടിട്ടാ. ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കൂടെ ചെയ്തോണ്ടി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.